മോഡൽ എക്സാം ഒരിക്കലും ഫുൾ മാർക്കിന് വേണ്ടിയുള്ള എക്സാം അല്ല. നിങ്ങളെ ഫിസിക്സിൻ്റെ മോഡൽ എക്സാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി ഓവർ തിങ്ക് ചെയ്ത് സമയം കളയാനുള്ളതല്ല, സ്ട്രാറ്റജി മെനയാനുള്ളതാണ്. ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയതിലും ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ ടഫായിട്ട് തോന്നാത്തതിലും വളരെ സന്തോഷമുണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചിലത് ടോപ്പിക് എന്തായി തോന്നിയത്, ഈസി ആയിട്ട് തോന്നിയത്. ബട്ട് നമ്മൾ ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ ഈസിയായി വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ മോഡറേറ്റ് ടു ടഫ് ലെവലിൽ വരാനാണ് സാധ്യത. സോ നമ്മൾ എന്തായിരിക്കണം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സാമിന് വേണ്ടി ഇത്ര ടോപ്പിക്ക് പഠിച്ചു, ഇനി എനിക്ക് ഇത്ര ടോപ്പിക്ക് പഠിക്കാനുണ്ടെന്ന് നിങ്ങൾ ആദ്യം എന്താക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഒരിക്കലും നമ്മളെ കയ്യിൽ നിന്ന് പോകാനും പാടില്ല. പഠിക്കാനുള്ളത് മാക്സിമം നമ്മൾ പഠിച്ചെടുക്കുകയും വേണം. സോ ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ നിങ്ങൾ പഠിച്ചതൊക്കെ കയ്യിൽ നിന്ന് പോകാതിരിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ഒന്നും നടക്കില്ല, കാരണം എക്സാം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു 6 മണിക്ക് തന്നെ ഉറങ്ങി എണീക്കുക. എന്നിട്ട് 3 മണിക്കൂർ കൊണ്ട് ഒരു 5-6 പാഠം നിങ്ങൾക്ക് എന്താക്കുക, റിവേഴ്സ് അടിക്കുക. കാരണം ഓൾറെഡി പഠിച്ചതാണ്, അത് വായിച്ച് നോക്കാൻ ഒരു 3 മണിക്കൂർ തന്നെ ധാരാളമാണ്. എന്നിട്ട് ബാക്കി പകൽ മൊത്തം സമയമുണ്ടല്ലോ നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റ് പഠിക്കാമല്ല, പഠിക്കാത്ത ടോപ്പിക്സ് പഠിക്കുക, അതൊക്കെ പകൽ ക്ലിയർ ചെയ്യുക. രാത്രി ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ 5-6 പാഠത്തിൽ നിന്ന് പഠിച്ചതെന്ന് എന്താക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുക. കാരണം അന്നേരം കൺസെപ്റ്റ് ഒക്കെ മാറ്റി വെക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായി, മെമ്മറൈസ് ആയി, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയി, എക്സാമിന് വേണ്ടിയുള്ള അപ്രോച്ച് ഒക്കെ ആയി. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ എളുപ്പത്തിൽ മേടിക്കാൻ പറ്റും. എന്ത് ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ അത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. കീപ് ലേണിംഗ്. അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് ചോദിക്കുക. ടാറ്റാ.